അല്ല സുഭാഷേ, നമ്മൾ 5 സെൻറ്റായിട്ട് ഞാൻ കൊടുക്കണില്ല. കൊടുക്കണമെങ്കിൽ ഒരു 20 സെൻറ്റ് ആണെങ്കിൽ കൊടുക്കും. നോക്ക്, ആലോചിച്ചിട്ട് വീട്ടുകാരോട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി. എന്റെ സുമേഷേട്ടാ, 9 മണി മുതൽ ഞാനിവിടെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് വേറെ ആവശ്യങ്ങളുള്ളല്ലേ. ഇയാൾ എന്റെ പുറകെ കൂടി, അതാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇയാൾ കലങ്ങിന്റെ അവിടെ ഉണ്ടായിരുന്നു. അതല്ലേ. ആ സുമേഷേട്ടോടെ എങ്ങടാ പോണി നോക്കിയാണ്. അപ്പളാ പറഞ്ഞു മന്മഥൻ 10-25 സെന്റ് സ്ഥലം വെക്കുന്നുണ്ട്, അത് നോക്കാൻ പോവാന്ന്. അപ്പൊ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാ. 25 അല്ലേ? 20. അതെ സുമേഷേട്ടാ, അതേണ്ട ആ മൂലയില്ലേ, ആ മൂലയ്ക്ക് നിന്നാണ് നമ്മളൊരു 20 സെന്റ് സ്ഥലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ മതില് പൊട്ടിക്കും. മതില് പൊട്ടിച്ചിട്ട് അതുവഴിക്ക് വഴിയിടും. അപ്പൊ റോഡ് ഫ്രണ്ട് ആവും. അല്ലപ്പ അവിടെ ഒന്നും ഇല്ലല്ലോപ്പാ. എന്തില്ലാന്ന്? ഉണങ്ങി കിടക്കുന്ന കുറെ കഴുങ്ങല്ലേ ഉള്ളൂ. വാങ്ങണവർക്ക് എന്ത് വേണോ ചെയ്യാലോ. അപ്പൊ ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപ സെന്റിന് കിട്ടുമെങ്കിൽ കൊടുക്കും. എടാ, ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു സെന്റിന് എനിക്ക് 4 ലക്ഷം ഉറുപ്പിക വെച്ച് കിട്ടും. ഇപ്പൊ എന്തിനാണ് ഇത് ഇത്ര പെട്ടെന്ന് കൊടുക്കണേ? ഞാൻ എന്റെ കൂടെ വന്ന് എന്റെ വഴി കൊടുക്കാനാണ്. എനിക്കിപ്പോ സുമേഷേട്ടനായാലും മന്മഥനായാലും ഒക്കെ വേണ്ടപ്പെട്ടവരല്ലേ. ഞാനുള്ളൊരു കാര്യം പറഞ്ഞതാ. ഇനിയിപ്പോ പെട്ടെന്നൊരു സ്ഥലം വെക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു മോളല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ഇതൊക്കെ മേടിച്ചിട്ടേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോ ഇതിന് വിൽക്കുക, ആ കാശെടുത്ത് ചെലവാക്കുക, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ അത്ര പെട്ടെന്ന് ഇപ്പൊ എന്താ ആവശ്യം? ആവശ്യം ഉണ്ടായിന്ന് കൂട്ടിക്കോ എന്റെ വീട്ടില്. ഓ, അപ്പൊ മോളുടെ കല്യാണം ശരിയായി എന്നർത്ഥം. ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒത്തു വന്നൊരെണ്ണം. അത് പറ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭംഗിയിൽ കഴിച്ചു കൊടുക്കണം. പേര് കേട്ട തറവാട്ടുകാരല്ലേ, മോശമാക്കാൻ പറ്റില്ല. ഒന്നേ ഉള്ളൂ. അതെ. അത് വൃത്തിയായിട്ട് നടത്തണമല്ല. ഇപ്പൊ എത്ര മോൾക്ക് ശ്രീധരം കൊടുക്കണം? ഏതൊന്നുമില്ല, ഒരു 50 പവനും 40 ലക്ഷം രൂപ. ഒരു മര്യാദയാണ്. ഞാനേ ഒന്നുമില്ല സുഗത, നല്ല തറവാട്. തറവാട്ടി പറഞ്ഞല്ലേ ചെക്കൻ. അതുപോലെ. പയ്യൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാ ജോലിന്ന്? അല്ല, പയ്യൻ ഗവൺമെന്റ് എംപ്ലോയി അല്ല. അല്ലേ? അല്ല. പിന്നെ അവന് വർക്ക്ഷോപ്പാ. എന്ത് വർക്ക്ഷോപ്പ്? ഒരു ലോറി വർക്ക്ഷോപ്പ്. അവന് കുറച്ച് 10-15 പണിക്കാരൊക്കെ ഉണ്ടേ. നല്ല ഇരിക്കണേ, കുഴപ്പമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ട പയ്യനെ 50 പവനും 40 ലക്ഷവും. എടാ, നിന്റെ ഏട്ടന്റെ മകളെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ കെട്ടിയത്. നീ മോശമാവാൻ പാടുവോ? പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വർക്ക്ഷോപ്പ് പണിക്കാരനോ അല്ലെങ്കിൽ വല്ല കച്ചവടം ചെയ്യണവർക്കൊക്കെ ഈ പറഞ്ഞ ശ്രീധരൻ അങ്ങോട്ട് കൊടുത്താണ്ടല്ല, അവരാ കാശ് മുഴുവനും മേടിച്ച് വല്ല ബിസിനസ്സിന് ഇറക്കും. എന്നിട്ട് വഴിയാധാരം ഉണ്ടാവും. അല്ല, ഞാൻ മോളുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞതാ. വർക്ക്ഷോപ്പുകാരന് കാലം മാറി മന്മത. ഇപ്പൊ ഇലക്ട്രിക് യു ആണ്. ഇനി പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വണ്ടി നിൽക്കും. അപ്പൊ അമ്പോന്ന് മിഴിച്ചു നിന്നിട്ട് കാര്യമില്ല. ആലോചിച്ച് കണ്ടൊക്കെ ചെയ്യേ, അത്രേ ഉള്ളൂ. എന്നാ ഞാനങ്ങടെ ഇറങ്ങട്ടെ. അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോയാ. അതൊന്നും വേണ്ടതേ, അത് പിന്നെവാ. ഞാൻ പറഞ്ഞു എന്നല്ലോ കേട്ടോ. സുമേഷേട്ടാ, അത് വൈകിട്ട് അവിടെ കാണാം. ശരി. സുമേഷേട്ടാ, ഈ സുഗതം പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലേ? ഇത്രയും പൈസ ശ്രീധരൻ കൊടുത്തൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് എൻ്റെ മോള് കെട്ടിക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, സുഗതം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാണ്ടേ. ഇപ്പൊ ഇലക്ട്രിക് യു ആണ്. അപ്പൊ ഈ വർക്ക്ഷോപ്പൊക്കെ അടിച്ചിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. ഒന്നും കാണില്ല. സുഗതം വന്നത് നന്നായി. ഓ, രാഘവൻ ചെക്കൻ്റെ തന്തേ. ഹലോ. രാഘവട്ട പറയൂ. എന്താ പറഞ്ഞ ശ്രീധരൻ പോരാന്നോ? പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? 101 പവനും 50 ലക്ഷം. എന്നാലേ രാഘവട്ട, ഞാനങ്ങോട്ട് തുറന്നു പറയാം. തൽക്കാലം ഞാൻ ഈ ഒരു ബന്ധം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ല, ചോദിച്ചോണ്ടല്ല. അല്ലേ, നിങ്ങളെ ഈ പറഞ്ഞില്ലേ, ഈ വർക്ക്ഷോപ്പുമായിട്ടിരിക്കണ ഈ ചെറുക്കനില്ലേ, അവനിപ്പോൾ ഇത്രയും കൊടുത്ത് കെട്ടിക്കേണ്ട ഒരു ഇതില്ലാന്നാണ് ഞാനിപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി. അല്ലല്ല, അത് നിങ്ങൾ അങ്ങനെ പറയാം. നിങ്ങൾ ഇല്ല, അത് പറയല്ലേ രാഘവട്ടെ, അത് പറയല്ലേ. ചേട്ടാന്ന് വിളിച്ച് വേണ്ട, എന്നെ കൊണ്ട് വേറെ വിളിപ്പിക്കരുത്. നിങ്ങൾ സംസാരം ക്ലിയർ ആക്കണോ. ഞാൻ അലമ്പാണെങ്കിൽ ഞാൻ അലമ്പാണ് കേട്ടാ. താൻ പോടോ അവിടുന്ന്. താൻ എന്ത് കണ്ടിട്ടാ താൻ സംസാരിക്കണേ? നിങ്ങളെ പ്രായം ഓർത്തിട്ടാണ്. താൻ മറ്റു ലോറി ഓടിച്ചിരുന്ന ആളാണെന്ന് എനിക്കറിയാം. ആ സംസ്കാരം അത് എൻ്റെ അടുത്ത് കാണിക്കണ്ട. അത് നിങ്ങൾ വീട്ടിൽ കാണിച്ചാൽ മതി. വെച്ചിട്ട് പോടാ. സംസാരിക്കണമേ കച്ചറ കണ്ട. നന്നായി എന്നുള്ളതാ, നന്നായി. ഇത് ഈ വീട്ടിൽ എൻ്റെ മോള് കയറി ചെന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ മോളുടെ അവസ്ഥ? അയ്യേ, നമുക്ക് സ്ഥലത്തിന്റെ കാര്യം. ഏത് സ്ഥലം? ഇതിന്റെ കൊടുക്കണോ? വേണ്ട. ഇപ്പൊ നമുക്കേ സുഗതം പറഞ്ഞ പോലെ ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോ ഇത് വില കൂടുതൽ കിട്ടുക. അപ്പോൾ നമുക്ക് ആലോചിക്കാം സുമേഷ്. ഇപ്പൊ ആദ്യം നല്ലൊരു ചെക്കനൊന്ന് കണ്ടോ. എന്റെ മോക്കൊരു ഇപ്പൊ വേണ്ട സുമേഷ്, നമുക്ക് പിന്നെ ആലോചിക്കാം. നല്ല പ്രൊപ്പോസൽ. മോനേടാ മന്മതോ.
പൊന്നു മണ്ടു ഇതാ മോളെ ഇതാ 2 മിനിറ്റ് നടന്നാൽ റിക്ഷ സ്റ്റാൻഡ് റിക്ഷ കയറാ പോവാ. ഓട്ടോറിച്ച് വേണമെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കണം, അപ്പൊ ഞാൻ കയറും. എന്റെ പൊന്നു മോളെ ഇത് നോക്കിയേ, ഞാനും നീയും ഏകദേശം നടന്നതാ 2 മിനിറ്റ്. നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരണം. ഈ മുമ്പിൽ നിർത്തുവാണെങ്കിൽ ഞാൻ അതിൽ കയറും, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും. എന്റെ അമ്മൂട്ട് ആൾക്കാർ കണ്ടു. നിങ്ങൾക്ക് നാണില്ലേ എന്റെ ഭർത്താവെന്ന് പറയാൻ വേണ്ടിട്ട്? എന്തിനു കാണിക്കുന്നു? പിന്നെ അല്ലാതെ ആയിക്കോട്ടെ മണ്ടു, സമാധാനം മണ്ടു, നമുക്ക് നടത്താം. മണ്ടു മണ്ടു എന്ന് വിളിച്ചോണ്ട് നിൽക്കാതെ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരാൻ. ഏത് ഓട്ടോ ഞാൻ വിളിച്ച ഒന്നിച്ച് നടന്നിട്ട് പോയാ പോരെ മണ്ടു. ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും. എന്റെ പൊട്ടു ഞാൻ നീ എന്നീ പറയുന്ന ആൾക്കാർക്ക് എടുത്ത് ആൾക്കാർ കണ്ട നിങ്ങൾക്ക് നാണക്കേട്, എനിക്ക് നാണക്കേടില്ല. മണ്ടു, നമുക്ക് രണ്ടൊക്കെ മെല്ലെ ചിരിച്ചോണ്ട് കളിച്ചോണ്ട് നടന്നുകൊണ്ട് പോവാം. ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റിയ ഒരാള്. എന്താ മണ്ടു അങ്ങനെ പറയുന്നു? എന്താ പ്രശ്നം? ഒന്നുമില്ല പ്രശ്നം. അല്ല ഞാൻ ഇപ്പൊ കുറച്ചേരെ കേൾക്കുന്നു, രണ്ടാളും എന്തോ പ്രശ്നം ഉണ്ടല്ലോ. അങ്ങ് പ്രശ്നമൊന്നുമില്ല കേട്ടാ. അത് ശരി, ഞാൻ റിക്ഷ സ്റ്റാൻഡിൽ പോയി റിക്ഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് വേണം മണ്ടൂര് അങ്ങോട്ട് പോകാൻ വേണ്ടി. നടക്കാൻ പറ്റില്ലാന്ന്, 2 മിനിറ്റ് ദൂരത്ത് നടക്കാൻ പറ്റില്ല. ശരി, ഇവിടുന്ന് അവിടെ സ്റ്റാൻഡിൽ വന്ന് കയറാൻ പറ്റില്ല. ഇയാള് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വേണം കയറാൻ. ഞാന് റിക്ഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത് നിന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യയാണ്. അല്ലാണ്ട് അതിന്റെ ഭാര്യ നീയല്ലല്ലോ. അതെ. അല്ല അല്ല എന്റെ ഭാര്യയാണല്ലോ അത്. അപ്പൊ ഞാൻ ഭർത്താവല്ലേ? എടാ, ഈ പെണ്ണുങ്ങൾ പറയണൊക്കെ കേട്ടിട്ട് അവര് താളത്തിനൊത്ത് തുള്ളാൻ നിന്നാലേ അവര് തലേ കയറി നിരങ്ങും. ഒറ്റ ഒന്നാണ്ട് കൊടുത്തിട്ട് നടക്കടി പറഞ്ഞോക്ക്, പിന്നാലേണ്ട് വരും. ആണെന്നും പറഞ്ഞ് നടക്കണം. എടി ഇങ്ങോട്ട് മാറിക്കടാ. നിന്നോടാരും ഇങ്ങോട്ട് വരാൻ പറ. നീ അങ്ങോട്ട് മാറാ. നീ ഇവളെ പിടിച്ച് തല്ലിയാടാ? അടിച്ചു പോയി സാറേ. ഇത് അടിച്ചു പോയി ചെറുക്കൻ, അടിച്ചു പോയി. ആരാണ് നിനക്ക് അവരെ തല്ലാൻ അധികാരം തന്നത്? അടിക്കാൻ പാടില്ല സാറേ. ഒരു സ്ത്രീനെ ഒരു എന്നോടാ നീ പറഞ്ഞ? എന്താണ് ആ പെണ്ണിന്റെ മോറ് കാണുന്നത്? അടിച്ച പാടാ. നിന്നോട് ആരാ പറഞ്ഞ അവൾക്കിട്ട് അടിക്കാൻ? അടിക്കാൻ പറയുക ഇവിടെ വഴിയെ പോണവര് പറഞ്ഞാൽ നീ നിന്റെ ഭാര്യക്കിട്ട് അടിക്കോളാ. സാർ, ഒരു പ്രായമുള്ളൊരു മനുഷ്യരുടെ സാറേ. അപ്പൊ പറയുമ്പോ ഒന്ന് അടിച്ചു പോയി അല്ലേ സാറേ? വഴക്ക് പറയണ്ട. പറയരുത്. ഉണ്ണേട്ടൻ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇന്ന് വരെ അടിയില്ല. നിഷ്കളങ്കനാണ്. ഇയാള് പറഞ്ഞിട്ടാണ്. ആരെയാള്? ആ മറിമായം